ഹലോ ചെങ്ങായിമാരെ, നമ്മുടെ ആഷിം വ്ളോഗിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ഒരു കുക്കിംഗ്, ഒരു വെറൈറ്റി ആരും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലെന്ന് എൻ്റെ വിചാരം. നമ്മൾ എന്താണെന്നല്ലേ അപ്പോൾ അതെന്താണെന്ന് അറിയുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടല്ലോ, അതൊന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അങ്ങോട്ട് അമർത്തിക്കാളി, എന്നിട്ടാണ് കണ്ടാലും സപ്പോർട്ടാക്കി തരണം കേട്ടോ. നമ്മളിന്ന് ഒന്നുമല്ല ഉണ്ടാക്കാൻ പോകുന്നത്, റവ വെച്ചിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായെങ്കിലും അടിപൊളി സോഫ്റ്റായിട്ട് കിഡായിട്ട് കിട്ടുന്നൊരു കിടക്കാച്ചി ഉണ്ണിയപ്പമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് റോസ്റ്റഡ് റവയുടെ പാക്കറ്റ്, ഇത് പൊട്ടിച്ച്, ഇത് ശർക്കര, പഴം ഒക്കെ. പഴം ഓപ്ഷനിലാണ്. പഴം ഇട്ടാൽ നമ്മൾ 2 ദിവസം കൂടി തീർക്കണം. പഴം ഇട്ടില്ലെങ്കിൽ ഇത് 5-6 ദിവസം വരെ ഇരിക്കണം. സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുന്ന സാധനമാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്നല്ല അറിയേണ്ടത്. അത് നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടുപോളി, സ്കിപ്പ് ചെയ്യാൻ കണ്ടുപോളി. ഇന്ന് എല്ലാവരും പോകുന്നോളി, ചെങ്ങായിമാരെ എല്ലാവർക്കും ഉണ്ടാക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 1/2 കിലോ റവക്ക് 1/2 കിലോ റവ ഫുള്ളായിട്ട് വേണ്ട, 1/2 കിലോത്തിൻ്റെ 4/3 ഭാഗം നമ്മൾ എടുക്കുക. അതിന് 1/2 കിലോ ശർക്കര ഒന്ന് ഉരുകി വരാൻ വേണ്ടിയിട്ട് നമ്മൾ അതൊന്ന് അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അതിന് മുങ്ങണ രീതിക്കൊന്നും വേണ്ട, അത് ചൂടായിട്ട് മെൽട്ടായിട്ട് വരട്ടെ. അപ്പോൾ നമ്മൾ 1/2 കിലോ റോസ്റ്റഡ് റവൻ്റെ 4/3 ഭാഗം നമ്മൾ എടുത്തിട്ടുണ്ട്. അത് ഒരു പാത്രത്തിലേക്ക് ബൗളിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. റോസ്റ്റഡ് റവയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഒപ്പം നമ്മൾ 2 ചെറുപഴം കൂടി നമ്മളിതിൽ ഇടുന്നുണ്ട്. 2 ചെറുപഴം തൊലിച്ചിട്ട് ഈ ഭാഗം കേട് നിൽക്കണം, അതിലിടുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ ഉടക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. ഒരു നുള്ളു ഉപ്പ് നമ്മൾ ഇട്ടായിരുന്നു കേട്ടോ, അതൊരു ഉപ്പ് ഇട്ടായിരുന്നു ഇതിൽ. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റവയും കൊണ്ടൊന്നും അധികം ആരും ഈ പച്ചരിയൊക്കെ അരച്ച് ബുദ്ധിമുട്ടിയിട്ടൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇതൊരു വട്ടം നമ്മൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട സംഗതിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ശർക്കര ഇവിടെ നന്നായിട്ട് ഉരുകി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാറിയിട്ട് വേണം നമുക്ക് ഇതിലേക്ക് കിടക്കാച്ചി ഉണ്ണിയപ്പം റെഡിയാക്കാൻ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ചങ്ങായിമാരെ, നമ്മുടെ ഈ ശർക്കര ഉരുക്കിയതും ഈ റവയും ഇവിടെ സെറ്റായിട്ടിരിക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് കരിഞ്ജീരകം ഇടുന്നുണ്ട്. കരിഞ്ജീരകം അല്ലെങ്കിൽ എള്ള ഇട്ടാലും മതി. അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി, ഇതൊക്കെ പാടൊന്ന് മിക്സാക്കി ഇങ്ങനെ എടുക്കണം. നല്ല രീതിക്ക് മിക്സ് ആക്കണം. പഴമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ ഈ വെള്ളത്തിൻ്റെ ഇത് കുറച്ചും കൂടി ഒന്ന് തണയാനുണ്ട്. തണതിന് ശേഷം നമ്മളതിൽ അരിച്ചൊഴിക്കണം കേട്ടോ ചങ്ങായിമാരെ. അപ്പോൾ നമ്മൾ ശർക്കര ഉരുക്കിയത് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഒഴിച്ച് ഇളക്കി എടുക്കണം കേട്ടോ. ഒക്കെപ്പാട് ഒഴിക്കണ്ട. അപ്പോൾ എന്താ പറയുക, അതിൽ കട്ടി ചിലപ്പോൾ വല്ലാണ്ട് ലൂസാവാനും പാടില്ലല്ലോ. ഇതിങ്ങനെ ഓരോന്നും ഇങ്ങനെ ഇളക്കി ഇങ്ങനെല്ലാം മിക്സാക്കിയിട്ട് ഫസ്റ്റത്തേലെല്ലാം മിക്സാക്കി എടുക്കുക. ഒരു 3 തവണയായിട്ട് ഒഴിച്ചെടുത്താൽ മതി. റവയാണല്ലോ, എത്ര ഒഴിച്ചാലും ഇതിങ്ങനെ കാണൂല. നമ്മളിങ്ങനെ മണലിലൊക്കെ വെള്ളം ഒഴിച്ച പോലെയാണ് അവസ്ഥ റവ എന്ന് പറഞ്ഞത്, പ്രത്യേകിച്ച് റോസ്റ്റഡ് റവ ആകുമ്പോൾ. ഇതിന് നമ്മളൊരു തേങ്ങ കൂടി കഷ്ണം ചെയ്തിട്ട് ഇടുന്നുണ്ട്. തേങ്ങ കഷ്ണം ആക്കണുള്ളൂ അവിടെ. ബാക്കിയുള്ളതും കൂടി 3ാമത്തെ പ്രാവശ്യമായിട്ടോ നമ്മൾ ഒഴിക്കുന്നത്. നമ്മളത് കറക്റ്റായിട്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ ഇത് നല്ലോണം ഇളക്കിയിട്ട് എത്ര സമയം എടുത്ത് വെക്കുന്നു അത്രയും നല്ലതാണ്. നമ്മളെന്തായാലും ഇതൊരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ ഗൈസ്. നമ്മുടെ ബാറ്ററി, അതായത് ഈ ഉണ്ണിയപ്പത്തിൻ്റെ മാവല്ല സെറ്റിങ്സ് ഇവിടെ സെറ്റായിട്ടുണ്ട്. നമ്മുടെ റവയാണിത്. നല്ലോണം ഇളക്കി മിക്സാക്കിയിട്ട് നമ്മൾ അതിലേക്ക് നമ്മുടെ നാളികേരം, തേങ്ങ ഇങ്ങനെ തന്നെ ഇട്ടാൽ മതി. ഇനി എണ്ണയിൽ വഴറ്റിയിടുന്ന ആവശ്യമൊന്നുമില്ല. അത് ഇതിൽ കിടന്നിട്ട് തന്നെ മുരിഞ്ഞുണ്ടായിക്കോളും. അപ്പോൾ ഇത് നല്ല സെറ്റായതിന് ശേഷം നമുക്ക് അടുപ്പ് കത്തിച്ച് ചട്ടി വെക്കണം. ചട്ടി വെച്ച് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഫസ്റ്റ് ഇരിക്കട്ടെ. അതിങ്ങനെ സെറ്റിലല്ല, അത് ഇരിക്കണില്ലല്ലോ ഇവിടെ ഗൈസ്. അപ്പോൾ നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട്. സാധാ വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കുന്നത്, കടയിൽ നിന്ന് വാങ്ങിയ പാക്കറ്റ് വെളിച്ചെണ്ണ കേട്ടോ. അത് ഈ കുഴി ഫുള്ളാക്കണമെന്നില്ല, ഇത്രയൊക്കെ ഒഴിച്ചിട്ട് വെക്കുക. ചൂടായിട്ട് വരട്ടെ എണ്ണ. ചട്ടിയുടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഓരോരോ കുഴിയിലേക്ക് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നല്ല ചൂടായിട്ട് വരുന്നേ ഉള്ളൂ നമ്മളത്. അത് ഒഴിക്കുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് എണ്ണ നിൽക്കണം കേട്ടോ. അതാണ് അതിൻ്റെ ശരിക്കും കറക്റ്റ്. അപ്പോൾ അടിയും വേവൊക്കെ കറക്റ്റായിട്ട് വേവും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് എണ്ണ നമ്മുടെ ചൂടാവണേ ഉള്ളൂ കേട്ടോ. ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടായിരുന്നു.
അപ്പോൾ ചങ്ങായിമാരെ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഞാൻ പകുതി ഇതിലേക്ക് എടുത്തിട്ടുള്ളൂ കേട്ടോ. ബാക്കി പാത്രത്തിലേക്ക് വീട്ടിലേക്ക് ഇടാൻ കൊടുത്തു. നമ്മൾ മേടിക്കേണ്ട ആവശ്യമില്ല. നല്ല ക്രിസ്പിയാണ് പുറം സൈഡ്. എന്നാൽ അകത്താച്ചെങ്കിലോ ഞങ്ങൾ വീടിൻ്റെ തൊട്ട ബാക്കിൽ പള്ളിയാണ്. അപ്പോൾ അസുർബാങ്ക് കൊടുത്തപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി. അതുകൊണ്ട് സൗണ്ട് കുറച്ച് നേരം നിർത്തി വെക്കണം തുടരണം കേട്ടോ. അപ്പോൾ അത് നല്ല പുറത്ത് നല്ല ക്രിസ്പി ആണെങ്കിലും അകത്ത് നല്ല സോഫ്റ്റാണ് കേട്ടോ. സ്മിത്ത് സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും. പക്ഷെ അടിപൊളി തേങ്ങയും ആ പഴത്തിൻ്റെ ഒക്കെ ടേസ്റ്റ് കൊണ്ട് വരുമ്പോൾ ഇത് 2-3 ദിവസമൊക്കെ ഇരിക്കും കേട്ടോ. പഴം ഇട്ടതുകൊണ്ട് നമുക്ക് 2 ദിവസമൊക്കെ പറയാൻ പറ്റുള്ളൂ. പഴം ഇട്ടില്ല വെച്ചാൽ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും വെക്കാം. നല്ല സോഫ്റ്റാണ്, അടിപൊളി സാധനം. എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ സബ്സ്ക്രൈബ് ബട്ടൺ അടക്കാം. ഒരിക്കലും മറക്കാതെ 2 കപ്പ് കട്ടൻ ചായ കണ്ടുകൾ പേടിക്കേണ്ട. ഒന്ന് ക്യാമറമാൻ, ഇതിൻ്റെ പിറകിൽ നിൽക്കുന്ന ക്യാമറമാൻ ജാഫിനുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ കട്ടൻ ചായയും ഉണ്ണിയപ്പോൾ കുടിക്കട്ടെ. 4 മണിയല്ലേ, 4 മണി പലഹാരമായിട്ട് ഇത് കൂടട്ടെ. അപ്പോൾ എല്ലാവർക്കും അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും നിങ്ങളിൽ നിന്നും ഞങ്ങൾ പോകുന്നു. ബൈ.